ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഡിവൈസ് അതിനെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ജനറേറ്റ്സ് എ റെസ്പോൺസ് ഓർ ഔട്ട്പുട്ട് സിഗ്നൽ ഫോർ എ ഗിവൺ ഇൻപുട്ട് സിഗ്നൽ. ഇതാണ് എൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഒരു സിസ്റ്റം, അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. അതാണ് ഔട്ട്പുട്ടാണ് y of t എന്ന് പറയുന്നത്, ആൻഡ് ഇൻപുട്ട് ഈസ് ദ x of t. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ്. അതിൽ ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്. കണ്ടിന്യൂസ് ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിരിക്കും, ആൻഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതും അവിടെ കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, ഓപ്പറേറ്റ്സ് ഓൺ എ കണ്ടിന്യൂസ് ടൈം ഇൻപുട്ട് സിഗ്നൽ ആൻഡ് പ്രൊഡ്യൂസസ് എ കണ്ടിന്യൂസ് ടൈം ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പോൾ നമുക്ക് അവിടെ y of t is equal to t of x of t. അതായത് ഇൻപുട്ടിനെ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ള എന്തായിരിക്കും ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ y of t is equal to t into x of t എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ എക്സാമ്പിളാണ് ആംപ്ലിഫയേഴ്സ്, ഫിൽറ്റേഴ്സ്, മോട്ടേഴ്സ്, അതൊക്കെ. ഇനി അടുത്തത് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡിസ്ക്രീറ്റ് ആയിരിക്കും, ആൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? അതും ഡിസ്ക്രീറ്റ് ആയിരിക്കും. y of n is equal to നമുക്ക് ഇവിടെ t of x of n എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ സിസ്റ്റം. ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ കമ്പോണൻറ്റുകളും ലംപ്ഡ് അറ്റ് വൺ പോയിന്റ് ഇൻ സ്പേസ് എന്ന് പറയാം. അപ്പോൾ അവിടെ നമുക്ക് ഒരു വേരിയബിൾ തന്നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈം ആണെങ്കിൽ ആ ടൈം മാത്രമാണ് അവിടെ ഫാക്ടർ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്ന സർക്യൂട്ടുകളൊക്കെ നമ്മളവിടെ ലംപ്ഡ് പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മളവിടെ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ രണ്ടാമത്തെ എന്തായിരുന്നു? ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ സിസ്റ്റമാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താണ്? ഫങ്ഷൻസ് ഓഫ് ടൈം ആസ് വെൽ ആസ് സ്പേസ് എന്ന് നമുക്ക് അവിടെ പറയാം. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് എന്താ, ഒന്നിൽ കൂടുതൽ വേരിയബിൾ ആയിട്ടുണ്ടായിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഡിസ്ക്രൈബ്ഡ് ബൈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തേർഡ് ക്ലാസിഫിക്കേഷനാണ് സ്റ്റാറ്റിക് സിസ്റ്റംസ് ആൻഡ് ഡൈനാമിക് സിസ്റ്റംസ്. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് സിസ്റ്റം. സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ്ലി എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിന് മാത്രമായിരിക്കും അവിടെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, ഔട്ട്പുട്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻപുട്ട് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. അപ്പോൾ അവിടെ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഇൻപുട്ടിനെ അത് ഡിപ്പെൻഡ് ചെയ്യേണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? അവിടെ മെമ്മറിയുടെ ആവശ്യമില്ല, അല്ലേ? അതാണ് മെമ്മറി ലെസ് എന്നവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് പാസ്റ്റോ പ്രസന്റ് വാല്യൂ നമുക്ക് അറിയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് നമ്മളവിടെ മെമ്മറി ലെസ് എന്നവിടെ പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾ y of t is equal to x square of t, അത് കണ്ടിന്യൂസ് സിസ്റ്റത്തിൽ, ആൻഡ് y of t is equal to n into x of n, അത് ഡിസ്ക്രീറ്റിൽ. അപ്പോൾ ഇത് രണ്ടും ആണെങ്കിലും ആ പ്രസന്റ്ലി ആ ടിയുടെ വാല്യൂ എന്താണോ അതിന് മാത്രമാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സ്റ്റാറ്റിക് സിസ്റ്റം എന്നവിടെ പറയാം. ഇനി അടുത്തത് ഡൈനാമിക് സിസ്റ്റമാണ്. ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും? അവിടെ നമുക്ക് പാസ്റ്റ് ഓർ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമുക്ക് അവിടെ എന്ത് പറയാം? അവിടെ നമുക്ക് മെമ്മറി വേണം, നീഡ്സ് മെമ്മറി. ഡൈനാമിക് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ആണ് y of t is equal to d by dt of x of t. അത് കണ്ടിന്യൂസ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് അവിടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളവിടെ യൂസ് ചെയ്യും. ആൻഡ് y of n is equal to x of n minus 1, അത് ഡിസ്ക്രീറ്റിൽ. ഇവിടെ n minus 1 എന്ന് പറയുമ്പോൾ അവിടെ മുമ്പത്തെ വാല്യൂ നമ്മളെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ മെമ്മറി ആവശ്യമാണ്. അതൊരു ഡൈനാമിക് സിസ്റ്റം എന്നവിടെ പറയാം. അടുത്ത ടൈപ്പ് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റം. കോസൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഇൻസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഔട്ട്പുട്ട് എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്ടിന് മാത്രമാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അവിടെ ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് അവിടെ എഴുതിയിട്ടുള്ള, ഔട്ട്പുട്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ടി ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്ട് ബട്ട് നോട്ട് ഓൺ ദ ഫ്യൂച്ചർ ഇൻപുട്ട്. അപ്പോൾ അതിനുള്ള പറയുന്ന വേറെ പേരാണ് ആൻറ്റിസിപ്പേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നോൺ കോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? അവിടെ ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അതിനാണ് നമ്മുടെ നോൺ കോസൽ എന്ന് പറയുന്നത്. അടുത്തത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റം. ഫസ്റ്റ് ലീനിയർ സിസ്റ്റം. ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കും? റെസ്പോൺസ് ടു എ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ അതായത് ഇൻപുട്ടിൽ നമ്മൾ ഓരോ കമ്പോണന്റ് നമ്മളവിടെ ഒരു വെയിറ്റ് കൊടുത്തിട്ട് നമ്മളവിടെ സം എടുക്കുകയാണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ അവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും ലീനിയർ സിസ്റ്റം ആണെങ്കിൽ.
അപ്പം നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? അപ്പോൾ ടി ഓഫ് എ ഇൻറ്റു എക്സ് വൺ ഓഫ് ടി ആൻഡ് പ്ലസ് ബി ഇൻറ്റു എക്സ് ടു ഓഫ് ടി. അവിടെ എയും ബിയും ആണ് നമ്മളവിടെ ആ ഓരോ കമ്പോണന്റ് നമ്മൾ കൊടുത്തിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എയെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ടി ഓഫ് എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ടി ഓഫ് എക്സ് ടു ഓഫ് ടി. നമുക്ക് അവിടെ വെയിറ്റഡ് സം ഓഫ് ഇൻപുട്ട് ഈക്വൽ ടു വെയിറ്റഡ് സം ഓഫ് ഔട്ട്പുട്ട് നമുക്ക് അവിടെ പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ലീനിയർ സിസ്റ്റം ആയി. ഇനി അത് തന്നെ നമ്മൾ ഇതിപ്പോൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളവിടെ എന്നിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതവിടെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിലായി നമുക്ക് ലീനിയർ സിസ്റ്റം തന്നെ. നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, റെസ്പോൺസ് ടു വെയിറ്റഡ് സം ഓഫ് ഇൻപുട്ട് വിൽ നോട്ട് ബി ഈക്വൽ ടു വെയിറ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്. അടുത്തത് ടൈം ഇൻവേരിയൻ ആൻഡ് ടൈം വേരിയൻ സിസ്റ്റം. ടൈം ഇൻവേരിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ടൈം അനുസരിച്ചിട്ട് ചേഞ്ചസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതായത് നമ്മൾ ഇൻപുട്ടിൽ നമ്മളൊരു ടി സെക്കൻഡ് ഡിലേ അവിടെ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലും അതേ ഡിലേ തന്നെ കാണിക്കണം. അതായത് ഔട്ട്പുട്ടും അതേ ടി സെക്കൻഡ് തന്നെ അവിടെ ഡിലേ കാണിക്കും. ടൈം ഇൻവേരിയൻ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വൈ ഓഫ് ടി മൈനസ് ടി ഈക്വൽ ടു ടി ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി. അപ്പോൾ ഇവിടെ ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഡിലേ കൊടുത്തിട്ടുള്ളത് ഇവിടെ ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ വൈ ഓഫ് ടി മൈനസ് ടി ഇതാണ് ഔട്ട്പുട്ടിൽ കൊടുത്തിട്ടുള്ള ഡിലേ എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള ഡിലേ എന്ന് പറയുന്നത്. ആൻഡ് ഇൻപുട്ടിൽ നമ്മൾ കൊടുത്ത ഡിലേ എന്ന് പറയുന്നത് എന്താ? ഈ ടി ആണ്, എക്സ് ഓഫ് ടി മൈനസ് ടി. അപ്പോൾ ഇൻപുട്ടിൽ കൊടുത്ത അതേ ഡിലേ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. അപ്പോൾ ടൈം വേരിയൻ സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ടൈം അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അടുത്തത് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? A system is said to be stable if the output is bounded for bounded value of input. ഇപ്പോൾ ഇൻപുട്ട് നമ്മൾ ഒരു ബൗണ്ടഡ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഔട്ട്പുട്ടും അതേ ബൗണ്ടഡ് കണ്ടീഷനിൽ നിന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ സിസ്റ്റം സ്റ്റേബിൾ എന്ന് പറയാം. അൺസ്റ്റേബിൾ സിസ്റ്റം ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ബൗണ്ടഡ് കണ്ടീഷൻ അത് വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്ന് പറയാം. അതവിടെ എഴുതിയിട്ടുള്ളത് ഔട്ട്പുട്ട് വിൽ നോട്ട് ബി ബൗണ്ടഡ് ഫോർ ബൗണ്ടഡ് ഇൻപുട്ട്. ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് എന്ന് പറയുന്നത്.